നെഞ്ചോരമായി ഭാഗം 30. ബായ്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ആ പേര് തെളിഞ്ഞതും സിദ്ധു കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ബായ്. ഹലോ സിദ്ധാന്ത്, ഞാനിവിടെ നാട്ടിലുണ്ട്. എനിക്ക് തന്നെ ഒന്ന് കാണണം. ഞാനും ബായി ഒന്ന് കാണണം എന്ന് വിചാരിക്കുമായിരുന്നു. എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേയ്, ഒന്നുമില്ല. ഇനിയിപ്പോൾ നേരിൽ കാണുകയല്ലേ, വന്നിട്ട് പറയാം. ഞാൻ ഞാൻ എവിടെയാണ് വരണ്ടേ? നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്യുന്ന ആ ബീച്ചില്ലേ, അവിടെ വന്നാൽ മതി. സമയം ഉച്ചയ്ക്ക് 2 മണി. ഞാൻ വരാം. എന്നാ ശരി ബായ്, വെക്കട്ടെ. സിദ്ധു അത് പറയവേ അപ്പോഴേക്കും മറു സൈഡിൽ നിന്നും കോൾ ഡിസ്കണക്റ്റ് ആയിരുന്നു. ബായിയെ നേരിൽ കണ്ട് സംസാരിച്ചു എന്നതോടെ എല്ലാം അവസാനിപ്പിക്കണം. ഇനി ഒന്നും വേണ്ട, ഒന്നും. ഇനിയിപ്പോൾ അക്ഷയ് ഭാവിയോട് എന്തെങ്കിലും പറയുമോ? ഇല്ല, അതിനു മുൻപ് താൻ തന്നെ എല്ലാം അവസാനിപ്പിച്ചിരിക്കും. സിദ്ധുവിൻ്റെ മനസ്സ് മന്ത്രിച്ചു. ദേവരാജ് ഗൗഡയുടെ ഗുണ്ടാസംഘത്തിലേക്ക് താൻ എത്തിച്ചേർന്നതിൻ്റെ പഴയ ഓർമ്മകൾ സിദ്ധുവിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് രാത്രി 12 മണി നേരത്ത് താൻ ഒരു സോളോ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. വിജനമായ റോഡിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവനൊരു കാഴ്ച കണ്ടു. കുറച്ചു പേര് ചേർന്ന് ഒരു കുട്ടിയെ വലിച്ചഴിച്ചു കുറ്റിക്കാടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. കുറച്ചു കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. സിദ്ധു തൻ്റെ വണ്ടി നേരെ അങ്ങോട്ട് തിരിച്ചു. മുന്നിൽ കണ്ട കാഴ്ചയിൽ സിദ്ധു ആകെ സ്തംഭിച്ചു പോയിരുന്നു. 11 12 വയസ്സ് പ്രായം തോന്നിപ്പിക്കുന്ന പയ്യൻ. അവൻ ചോരയിൽ കുളിച്ചു കിടക്കുകയാണ്. സിദ്ധു അവനെ വാരിയെടുത്ത് തൻ്റെ വണ്ടിക്കരികിലേക്ക് ഓടി. പാതി ബോധത്തിലും അവൻ സിദ്ധുവിനെ നോക്കി തൻ്റെ അപ്പയെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവന് വേണ്ട ബ്ലഡ് നൽകി. പിറ്റേന്ന് അവന് ബോധം തെളിഞ്ഞതും അവൻ്റെ അപ്പയുടെ നമ്പർ വാങ്ങിച്ചു. അയാളെ കോണ്ടാക്ട് ചെയ്തു. അയാൾ തൻ്റെ മകനെ കാണാതായ വിഷമത്തിലായിരുന്നു. അയാൾ അപ്പോൾ ബാംഗ്ലൂരിലായിരുന്നു. അപ്പം തന്നെ അയാൾ നാട്ടിലേക്ക് തിരിച്ചു. അയാൾ ഹോസ്പിറ്റലിലെത്തി സിദ്ധുവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടെന്ന് സിദ്ധു മറുപടി പറഞ്ഞു. എപ്പോൾ വേണേലും എന്ത് സഹായവും ചോദിക്കാം അന്ന് അയാൾ പറഞ്ഞത് സിദ്ധു ഓർത്തു. അയാൾ വലിയ ഗുണ്ടാ നേതാവാണെന്ന് പിന്നീടാണ് അറിയുന്നത്. പിന്നീട് ഒരിക്കൽ കളക്ടറേറ്റ് മാർച്ചിനിടെ സിദ്ധുവിനടക്കം കുറേ കോളേജ് പിള്ളേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു ദയവും കൂടാതെ അന്ന് കോളേജ് പിള്ളേരെ അവിടുത്തെ SI സുധാകരൻ അടിച്ചൊതുക്കി. പിന്നീട് ആ SIക്ക് ഒരു പണി കൊടുക്കണം എന്നത് സിദ്ധുവിൻ്റെ ഒരു വാശിയായിരുന്നു. അപ്പോഴാണ് ദേവരാജ് ഗൗഡയെ ഓർമ്മ വരുന്നത്. അയാളുടെ നമ്പർ സിദ്ധുവിൻ്റെ കൈവശമുണ്ടായിരുന്നു. അന്ന് സിദ്ധു ആദ്യമായി ദേവരാജിനോട് സഹായം അഭ്യർത്ഥിച്ചു. സിദ്ധുവിൻ്റെ അഭ്യർത്ഥന അയാൾ സ്നേഹത്തോടെ സ്വീകരിച്ചു. അന്ന് തന്നെ തൻ്റെ ആളുകളെ വെച്ച് അയാൾ SIയുടെ കൈയും കാലും ഒടിച്ചു കിടത്തി. അന്ന് സിദ്ധുവും ഫ്രണ്ട്സും ഹോസ്പിറ്റലിൽ ചെന്ന് SIയെ കണ്ടു മടങ്ങുമ്പോൾ കിട്ടിയ ഒരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതായിരുന്നു. പിന്നീട് അങ്ങോട്ട് സിദ്ധുവും അയാളും തമ്മിലുള്ള ബന്ധം വളർന്നു. സിദ്ധുവിന് അയാൾ ഭായിയായി. സിദ്ധു അയാൾക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു തുടങ്ങി. അയാൾ പറയുന്നിടത്തേക്ക് പണം എത്തിക്കുക, അതായിരുന്നു സിദ്ധുവിൻ്റെ ജോലി. കൂടെ സിദ്ധുവിൻ്റെ കുരുട്ടുബുദ്ധി ഉപയോഗിച്ചു എത്രയോ തവണ ഗൗഡയുടെ ചരക്ക് വണ്ടി ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ട്. പകരമായി സിദ്ധുവിന് അയാൾ ആവശ്യത്തിലധികം പണം നൽകി. ആ പണം കൊണ്ടാണ് സിദ്ധു കാറും ബൈക്കും മറ്റും സ്വന്തമാക്കിയത്. ഇതിനൊക്കെ പുറമെ ഹ്യൂജ് എമൗണ്ട് സിദ്ധുവിൻ്റെ പേരിൽ ബാങ്ക് ബാലൻസായി കിടപ്പുണ്ട്. ഇതാണ് അയാളും താനും തമ്മിലുള്ള ബന്ധം. ഓർമ്മകളിൽ നിന്നുണർന്ന സിദ്ധു ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കൃത്യം 2 മണിക്ക് സിദ്ധുവും ബായും ആ കടലോരത്ത് വെച്ച് മീറ്റ് ചെയ്തു. അയാൾ സിദ്ധുവിനെ സ്നേഹത്തോടെ ഹഗ് ചെയ്തു. എന്തൊക്കെയുണ്ടോ വിശേഷം? തൻ്റെ വിവാഹം കഴിഞ്ഞെന്നറിഞ്ഞു. ആളെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നില്ലേ? അയാൾ സിദ്ധുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. മറുപടിയായി സിദ്ധു ഒന്ന് പുഞ്ചിരിച്ചു. അതൊക്കെ പോട്ടെ, എന്താ നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അയാൾ ചോദിച്ചു. അത് പിന്നെ എനിക്ക് സിദ്ധുവിന് വാക്കുകൾ മുഴുവനാക്കാനായില്ല. എന്തിനാടോ ഒരു മുഖവുര, പറയടോ. അത് പിന്നെ ബായ്, ഞാനെല്ലാം നിർത്തിക്കോട്ടെ. എന്തോ ഇപ്പോൾ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ. എക്സാമൊക്കെ അടുത്തു. അതുമല്ല വൈഫിന് ചെറിയ സംശയം പോലെ. ശരി, എല്ലാം സിദ്ധുവിൻ്റെ ഇഷ്ടം. പക്ഷേ ഞാൻ ഒരിക്കലും സിദ്ധുവുമായുള്ള ബന്ധം ഉപേക്ഷിക്കില്ല. ഞാൻ വല്ലപ്പോഴും ഇതുപോലെ തന്നെ കാണാൻ വരും. ഞാൻ മാത്രമല്ല മോനും. അവന് സിദ്ധുവിനെ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അത് പറയുമ്പോൾ അയാളുടെ കണ്ണിലെ തിളക്കം സിദ്ധുവും ശ്രദ്ധിച്ചു. ഞാൻ തന്നെ ഇനി ഒരിക്കലും ഒന്നിനും നിർബന്ധിക്കില്ല. പക്ഷേ അവസാനമായി താൻ എനിക്കൊരു സഹായം കൂടി ചെയ്യണം. ദാ ഈ കവറിലെ ഒരു പെണ്ണിൻ്റെ ഫോട്ടോയുണ്ട്. ആ പെണ്ണിനെ താൻ എൻ്റെ മുന്നിൽ എത്തിച്ചു തരണം. എൻ്റെ ചേട്ടൻ്റെ ജീവിതം ഇല്ലാതാക്കിയവൻ്റെ മകളാണ്. ഇവളുടെ തന്ത കാരണം എനിക്ക് നഷ്ടമായത് എൻ്റെ ചേട്ടനെയാണ്.
എനിക്ക് കൊല്ലണം ഇവളെ. അഗ്നിയെരിയുന്ന കണ്ണുകളോടെ അയാൾ പറഞ്ഞു. ബായ്, ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ലല്ലോ. പിന്നെന്താ ഇപ്പോൾ? സിദ്ധു പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. സിദ്ധു, ശരിയാണ്, ഞാൻ പറയുന്നിടത്തേക്ക് പണം എത്തിക്കുക അത് മാത്രമാണ് തൻ്റെ ജോലി. മറ്റൊന്നിലേക്കും ഞാൻ തന്നെ വലിച്ചിഴച്ചിട്ടില്ല. ഇനി ഇടാനും പോണില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തിരികെ തന്നവനാണ് നീ. ഞാൻ നിന്നെ സ്വന്തം അനിയനായിട്ടാണ് കണ്ടിട്ടുള്ളതും. ഇതിപ്പോൾ ഈ പെണ്ണ് തൻ്റെ കോളേജിലാണ് പഠിക്കുന്നത് എന്നറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഈ ജോലി ഏൽപ്പിച്ചത്. ഇവളെ നീ എൻ്റെ മുന്നിലെത്തിച്ചാൽ മാത്രം മതി. തനിക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. പകരമായി എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഞാനത് തരും. പിന്നെ തനിക്കും വൈഫിനും താമസിക്കാൻ ഞാനൊരു ഫ്ലാറ്റ് റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടക്കുക. അയാൾ സിദ്ധുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മറുപടിയായി സിദ്ധു ഒന്ന് പുഞ്ചിരിച്ചു. പറ്റില്ലെന്ന് പറയാൻ അവന് കഴിഞ്ഞില്ല. എന്നാ ഞാൻ ഇറങ്ങുക സിദ്ധു. മോനെയും കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങണം. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഞാൻ അവനെയും കൊണ്ട് വരാം. അത്രയും പറഞ്ഞ ശേഷം അയാൾ വണ്ടിയിൽ നിന്നും ഒരു പെട്ടിയെടുത്ത് സിദ്ധുവിനെ ഏൽപ്പിച്ചു. ദാ, ഈ പണം ഈ അഡ്രസ്സിൽ എത്തിക്കണം. ഇത്തിരി ദൂരെയാണ്, സൂക്ഷിക്കണം. അത് കഴിഞ്ഞ് അയാൾ കുറച്ച് നോട്ടുകെട്ടുകൾ എടുത്ത് സിദ്ധുവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. താനിത് വെച്ചോ, ചിലവൊക്കെ കൂടി വരികയല്ലേ. സിദ്ധു വേണ്ടെന്ന് പറഞ്ഞ് നിഷേധിച്ചെങ്കിലും അയാളത് വാങ്ങിക്കാതെ സിദ്ധുവിനോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോയി. അയാൾ പോയതും സിദ്ധു പണം തൻ്റെ വണ്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. ശേഷം അയാൾ നൽകിയ കവർ തുറന്നു. സിദ്ധു അതിനുള്ളിലെ ഫോട്ടോ പുറത്തെടുത്തു. ഫോട്ടോയിലെ വ്യക്തിയെ കണ്ടതും സിദ്ധു ഒരു നിമിഷം തറഞ്ഞു പോയിരുന്നു. പവി. അവൻ്റെ അതരങ്ങൾ മൊഴിഞ്ഞു. അവൻ്റെ മുഖത്തും ചെന്നിയിലും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. പവിയുടെ അച്ഛനും ഭായും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഭായിയുടെ ചേട്ടനെ കൊന്നതിനാണോ പവിയുടെ അച്ഛൻ ജയിലിൽ കിടക്കുന്നത്? ഇനിയിപ്പോൾ അപ്പച്ചിയുടെ മരണത്തിൽ ഭായ്ക്കും എന്തെങ്കിലും പങ്ക് കാണുമോ? സിദ്ധുവിന് തല പെരുകുന്നത് പോലെ തോന്നി. ഭായ് എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാൽ അതിൽ നിന്നൊരു പിന്മാറ്റം ഉണ്ടാവില്ല. എന്ത് വില കൊടുത്തും അത് നടത്തിയിരിക്കും. മുന്നിലുള്ള ശത്രു മിത്രമാണെങ്കിൽ പോലും അവിടെ ഒരു മറുചിന്ത ഉണ്ടാവില്ല. ഓരോന്നോർത്ത് സിദ്ധു കാറിൻ്റെ സീറ്റിൽ തളർന്നിരുന്നു. അന്ന് വൈകുന്നേരം കോളേജിൽ പവി വിജനമായ ലൈബ്രറി വരാന്തയിൽ കൂടി ഓരോന്ന് ഓർത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. ലാസ്റ്റ് അവർ ക്ലാസ്സിലിരിക്കാൻ മൂഡില്ലായിരുന്നു. അതിനാൽ ക്ലാസ് കട്ട് ചെയ്തു ലൈബ്രറിയിൽ വന്നിരുന്നു. ഇപ്പോൾ സമയം 4 കഴിഞ്ഞു. നേരത്തെ സിദ്ധു വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു വരാൻ വൈകുമെന്നും നന്ദുവിൻ്റെയും ഓമിൻ്റെയും കൂടെ അവരുടെ വീട്ടിലേക്ക് പോയാൽ മതിയെന്നും താൻ അവിടേക്ക് വരാമെന്നും. പവി ദീർഘമായി നിശ്വസിച്ച് മുന്നോട്ട് നടന്നു. പല്ലവി, താനൊന്ന് നിന്നേ. ഒരു പിൻവിളി കേട്ട് പവി തിരിഞ്ഞു നോക്കി. അത് അക്ഷയാണെന്ന് കണ്ടതും അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് സിദ്ധു പറഞ്ഞ വാക്കുകളായിരുന്നു. ഭയം വന്ന് അവളെ പൊതിഞ്ഞു. പല്ലവി എന്നെ വല്ലാതെ ഭയക്കുന്നത് പോലെയുണ്ടല്ലോ. അക്ഷയ് മുഖത്തെ കൃത്രിമ പുഞ്ചിരി വരുത്തി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. ചിലപ്പോൾ സിദ്ധു തന്നോട് എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു തന്നിരിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ സിദ്ധുവിൻ്റെ സസ്പെൻഷൻ ഒഴിവാക്കാൻ മാക്സിമം നോക്കിയിരുന്നു. പക്ഷെ കുട്ടികളൊക്കെ കണ്ടുപോയില്ലേ, പുതിയ പ്രിൻസി ആളൊരു ചൂടനാണ്. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അക്ഷയ് പറഞ്ഞത് കേട്ടതും പവിയുടെ മുഖം ചുളിഞ്ഞു. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഞാനും സിദ്ധുവും തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് സിദ്ധുവും ഞാനും തെറ്റിയത്. സിദ്ധു പല്ലവിയോട് കുറേ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. പവി മിഴിഞ്ഞു കണ്ണാലെ അക്ഷയെ നോക്കി. അക്ഷയ് നിഗൂഢമായ ചിരിയോടെ പവിയെ നോക്കിയപ്പോൾ അവൾ ഏതാണ്ട് വിശ്വസിച്ച മട്ടാണ്. പല്ലവി, എനിക്ക് സിദ്ധുവിനോട് ഒരു ദേഷ്യവുമില്ല. എനിക്ക് പറയാനുള്ളത് അവനൊന്ന് കേട്ടിരുന്നെങ്കിൽ. പല്ലവി വിചാരിച്ചാൽ എനിക്കെൻ്റെ പഴയ സിദ്ധുവിനെ തിരിച്ചു കിട്ടും. അക്ഷയ് അഭിനയിച്ച് തകർത്തു. സാർ, എനിക്കത് മനസ്സിലാവുന്നില്ല. ഇതൊന്നും സിദ്ധു എന്നോട് പറഞ്ഞിട്ടില്ല. പറയില്ല. പറയാൻ അവന്മാരെ സമ്മതിക്കില്ല. ആര്? പവി സംശയത്തോടെ അവനെ നോക്കി. പവി, ഞാനൊരു കാര്യം പറയാം. സിദ്ധുവിൻ്റെ ഇപ്പോഴത്തെ പോക്ക് അത്ര ശരിയല്ല. അവന്മാർ തന്നെയാണ് സിദ്ധുവിനെയും എന്നെയും. പവി, നീ അവിടെ എന്തെടുക്കുക? എത്ര നേരമായി ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. അക്ഷയ്ക്ക് പറഞ്ഞത് മുഴുവനാക്കാനായില്ല. ഓമിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് പവിയും അക്ഷയും തിരിഞ്ഞു നോക്കുന്നത്. ഓമിൻ്റെ വരവ് കണ്ട് അക്ഷയുടെ മുഖം ചുളിഞ്ഞു. പവി, നിന്നെ നന്ദോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെല്ല്. ഓം പറഞ്ഞത് കേട്ട് പവി അക്ഷയെ ഒന്നുകൂടെ നോക്കി അവിടെ നിന്ന് പോവാനൊരുങ്ങി. പല്ലവി, തൻ്റെ ഫോൺ നമ്പർ തന്നേക്ക്, ഞാൻ വിളിക്കാം. അക്ഷയ് പറയുന്നത് കേട്ടതും പവി കൊടുക്കണോ വേണ്ടയോ എന്ന പോലെ ചിന്തിച്ചു നിന്നു. പവി, നീ ചെല്ല്, ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം, ഓം പറഞ്ഞു. ശരിയെന്ന പോലെ തലയിണയ്ക്കൊണ്ട് പവി മുന്നോട്ട് നടന്നു. ചുമ്മാതല്ല സിദ്ധു നിനക്കിട്ട് പൊട്ടിച്ചത്. എനിക്ക് തോന്നിയിരുന്നു നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലെന്ന്. അങ്ങനെ
ഒരു കാര്യമില്ലാതെ അവൻ ആരെയും ഇടിക്കില്ല. ഇനി അവളുടെ പിന്നാലെ എങ്ങാനും നിന്നെ കണ്ടാലേ ഭിത്തിയിൽ ഒട്ടിച്ച് കളയും ഞാൻ. ഓം അക്ഷയെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം അവൻ മുന്നോട്ട് നടന്നു. അനിയത്തിയോട് സ്നേഹം ഇങ്ങനെ ഒഴുകി ഒലിക്കുകയാണല്ലോ. അക്ഷയ് പറഞ്ഞത് കേട്ട് ഓം തിരിഞ്ഞു നോക്കി. അനിയത്തിയാണെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലേ? ഇവിടെ മാത്രമല്ല, സിദ്ധുവിൻ്റെ വീട്ടുകാർക്കും. അറിഞ്ഞാലുള്ള പുകില് ഞാൻ പറയണ്ടല്ലോ. എൻ്റെ ഈശ്വര, രണ്ടും രണ്ട് വഴിക്കാവും അല്ലേ? അതൊക്കെ പോട്ടെ, സാറിൻ്റെ അച്ഛന് ജീവപര്യന്താണോ അതോ കൊലക്കയറോ? രണ്ടായാലും മരണം ഉറപ്പാ. ഇനിയിപ്പോൾ പുറത്തിറങ്ങിയ ഒന്നുകിൽ സിദ്ധുവിൻ്റെ അച്ഛൻ കൊല്ലും, ഇല്ലെങ്കിൽ ദേവരാജ് ഗൗഡ കൊല്ലും. അക്ഷയ് അത്രയും പറഞ്ഞ് വിജയീഭാവത്തിൽ നടക്കുമ്പോൾ ഇതൊക്കെയും ഇവനെങ്ങനെ അറിഞ്ഞു എന്ന് ചിന്തിക്കുകയായിരുന്നു. ഇവനെ ഭയക്കേണ്ടിയിരിക്കുന്നു, ഇവനൊരു വിഷപ്പാമ്പ് തന്നെ, ഓം തൻ്റെ മനസ്സിൽ പറഞ്ഞു. ഓരോന്ന് ഓർത്തുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. ഇതേ സമയം തേജയും കാത്ത് ചില്ലു പാർക്കിംഗ് ഏരിയയിലുണ്ടായിരുന്നു. തേജ അവളെ ശ്രദ്ധിക്കാതെ തൻ്റെ വണ്ടിക്കരികിലേക്ക് നടന്നു. ഞാനും തേജയും തമ്മിൽ ഏറെക്കാലമായി പ്രണയത്തിലാണ്. എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ മാനസികമായും ശാരീരികമായും ഒന്നായവരാണ്. ഞങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ തടസ്സം നീയാണ്. നിനക്കൊരിക്കലും അവനെ കിട്ടാൻ പോണില്ല. അവൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിൽ വളരുന്നുണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് മരിക്കും. തൻ്റെ പിന്നിലൂടെ വന്നു ചില്ലു പറഞ്ഞ കാര്യങ്ങളൊക്കെയും കേട്ട് ഇവളിതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചിന്തിക്കുകയാണ് തേജ. ഇതൊക്കെ എന്നോടെന്തിനാ പറയുന്നത്? ലവനോട് പോയി പറ. തേജ ഒരുവിധം തടി ഉയരാൻ ശ്രമിച്ചു. എടോ, താൻ എന്നെ ഇനിയും പറ്റിക്കാണ്ട് കരുതണ്ട. താൻ ഇന്നലെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതിൻ്റെ അർത്ഥം ഇതൊക്കെ ആയിരുന്നു അല്ലേ? അപ്പോൾ നീ കന്നഡ ഗൊത്തില്ലെന്ന് പറഞ്ഞിട്ട്? തേജ അവൾക്ക് നേരെ തിരിഞ്ഞു. അത് പിന്നെ ഇന്നലെ വരെ ഗൊത്തില്ലായിരുന്നു, ഇപ്പോൾ സ്വല്പം ഗൊത്തും. ആണോ? നൈസ്. ഇനിയും ഗൊത്തണം കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട്. തേജ നൈസായിട്ട് മുങ്ങാൻ നോക്കി. അന്നേരം ചില്ലു പിന്നിൽ നിന്നും അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. എന്താ പെണ്ണെ? അവൻ ഈർഷ്യയോടെ തിരിഞ്ഞു നോക്കി. എന്താന്നോ? എടോ, ആ പെണ്ണില്ലേ നീനു, അവൾ ഇന്നലെ തൊട്ടേ വിളിയോട് വിളി. അത് മാത്രാണോ? കന്നഡയിൽ എന്തൊക്കെയൊക്കെയോ തെറി പറഞ്ഞു. എനിക്ക് കന്നഡ അറിയാഞ്ഞതേ അവളുടെ ഭാഗ്യം അല്ലേ? അവൾ വിവരം അറിഞ്ഞേനെ. അവസാനം അവൾ ഇംഗ്ലീഷിൽ 2-3 തെറി പറഞ്ഞു. ഇഡിയറ്റ്, ഡെഫിനറ്റ്ലി ഐ വിൽ കിൽ യു, യു വോണ്ട് ലിവ് ഹാപ്പിലി വിത്ത് ഹിം. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. നല്ല പച്ച മലയാളത്തിലെ അവളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു. അപ്പോഴാണ് എനിക്ക് ഇത്തിരി ആശ്വാസം കിട്ടിയത്. ചില്ലു പറഞ്ഞത് കേട്ട് തേജയ്ക്ക് ചിരിയാണ് വന്നത്. ചിരിക്കണ്ട, തനിക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ചില്ലു വല്ലാത്ത ഭാവത്തിൽ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഇങ്ങ് തന്നേക്ക്. എന്ത്? അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ ചോദിച്ചു. അല്ല, എന്തോ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വല്ല ഉമ്മയോ മറ്റുവാണെങ്കിലേ തന്നേക്കെന്ന് പറഞ്ഞതാ. ഇപ്പോഴാണെങ്കിലേ ആരുമില്ല, പെട്ടെന്ന് താ. അയ്യടാ, നല്ല ഒലിപ്പീരാണല്ലോ. ചില്ലു ഉള്ളിലെ നാണം മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആരവള്? ചില്ലു ചോദിച്ചു. എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മോളാ, നീനു. അവൾക്ക് എന്നോട് മുടിഞ്ഞ പ്രേമം. അമ്മമാർ തമ്മിൽ ചെറിയ രീതിയിൽ ഉറപ്പിക്കൽ നടന്നു. ഞാനതിന് ഈ രീതിയിൽ മുടക്കി കൈ കൊടുത്തു. എനിക്കവളെ കണ്ണെടുത്താ കണ്ടൂടാ. സംഭവം എൻ്റെ അമ്മയുടെ ചെവിയിലെത്തി. അമ്മ ചോദിച്ചു, ഏതാടാ ആ പെണ്ണെന്ന്. നിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് കാണിക്കട്ടെ? എനിക്കിഷ്ടാ. അയ്യടാ, അത് ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എനിക്കിഷ്ടമൊന്നുമില്ല. ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിക്കാതെ ചില്ലു ജാടയിറക്കി. അന്ന് ഇങ്ങനെയൊന്നും അല്ലല്ലോ നീ പറഞ്ഞത്. ഞാൻ എന്തോ ലെറ്റർ എഴുതിയെന്നോ നിനക്കത് മനസ്സിലായെന്നോ ഒക്കെയും പറഞ്ഞിരുന്നു. സോറി, അത് പിന്നെ ഒരു അബദ്ധം പറ്റിപ്പോയതാ, ചില്ലു ചമ്മലോടെ പറഞ്ഞു. മനസ്സിലായി. നന്ദു നിനക്കിട്ട് തന്ന മുട്ടം പണി. നീ ആ കത്തിന് പിന്നാലെ പാഞ്ഞു. ഒടുവിൽ അത് ഞാനാണെന്ന് അങ്ങ് സ്വയം തീരുമാനിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം പറ്റിയതാന്ന്. 5-6 അബദ്ധമൊക്കെയും ആർക്കും പറ്റും. പരിഭവിച്ചു കൊണ്ടവൾ പറഞ്ഞു. നടന്നു നീങ്ങവേ അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണു. അവൾ മിഴിഞ്ഞ കണ്ണാലെ തിരിഞ്ഞു നോക്കി. സിദ്ധു എന്നോട് ചിലതൊക്കെ പറഞ്ഞിരുന്നു. സിദ്ധുവിന് നന്ദുവിൻ്റെ മുറിയിൽ നിന്നും അതുപോലൊരു ലെറ്റർ കൂടി കിട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം അവൻ നന്ദുവിനോട് അക്കാര്യത്തെ പറ്റി ചോദിച്ചപ്പോൾ അവൾ കുറ്റം സമ്മതിച്ചു. നിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നെന്നും അടക്കം അവൾ സിദ്ധുവിനോട് പറഞ്ഞു. എന്നോടുള്ള ഇഷ്ടം അവൾ എന്നോട് അന്ന് തുറന്ന് പറഞ്ഞതുമാണ്. ഞാൻ അവളെ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതപ്പം തന്നെ റിജക്റ്റ് ചെയ്ത് അവളെ പറഞ്ഞ് തിരുത്തി. നന്ദുവിൽ നിന്നും ഇതൊക്കെ അറിഞ്ഞ സിദ്ധു എന്നോട് ക്ഷമ ചോദിച്ചിരുന്നു. പക്ഷേ എല്ലാം പറയുന്ന കൂട്ടത്തിലേ ഞാൻ അവനോട് ഒന്നും മാത്രം പറഞ്ഞില്ല. എന്താ എന്ന പോലെ ചില്ലു അവനിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. ആ ലെറ്റർ എഴുതിയത് ഞാനാണെന്ന് കരുതി നീ എന്നോട് ഇഷ്ടം തുറന്ന് പറഞ്ഞത്? തേജ ചെറുചിരിയാലെ പറഞ്ഞു.
തേജ അത് പറഞ്ഞതും അവൾക്കെന്തോ വിഷമം തോന്നി. അവളുടെ കണ്ണ് ചെറുതായി നിറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഒരബദ്ധം പറ്റിയതാണെന്ന്. അബദ്ധം പറ്റിയത് മാത്രമാണോ? അല്ലാതെ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടായിട്ട് പറഞ്ഞത് അല്ലായിരുന്നു അല്ലേ? അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിഴിഞ്ഞു വന്നു. അവൾ ഈമ ചിമ്മാതെ അവനെ നോക്കി. തിരികെ അവനും. പറയുന്നേ, നിനക്ക് എന്നോട് ഒരിഷ്ടവുമില്ല? താടി പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുമായി കൊരുത്തു. എനിക്കിഷ്ട, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്തോ കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ആ, അത്രയും കേട്ടാൽ മതി. എന്നാൽ പിന്നെ ഞാൻ അമ്മയ്ക്ക് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കട്ടെ എന്നും പറഞ്ഞവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഇരുവരും വരുന്ന പോലെ ഒരു സെൽഫി എടുത്തു. ഏട്ടാ ഭയങ്കര, ഇവിടെ ഇങ്ങനൊരു അണ്ടർഗ്രൗണ്ട് ലൈൻ വലി നാം അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അതുവഴി വന്ന ജീവ അത് പറഞ്ഞതും ഇരുവരും ഞെട്ടലോടകന്ന് മാറി. നാം അറിഞ്ഞില്ല കേട്ടോ, ഇത് വല്ലാത്തൊരു ട്വിസ്റ്റായിപ്പോയി. കൺഗ്രാറ്റ്സ് മാൻ, ഫൈനലി നീയും ലോക്ക്ഡ്. അബി തേജയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറയവേ അവൻ്റെ കണ്ണുകൾ ചില്ലുവിലെ തേടിയെത്തി. നമുക്കൊന്നും ലോക്കിടാൻ ആരും ഇല്ലല്ലോടാ അബിയെ. ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും അല്ലേ? വരുമായിരിക്കും, അങ്ങനെ സമാധാനിക്കാം. അതും പറഞ്ഞ അബി ജീവയുടെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു. രാത്രിയിൽ സമയം 7 മണി കഴിഞ്ഞു. ഓമും നന്ദുവും അടുക്കളയിൽ കാര്യമായ കുക്കിങ്ങിലാണ്. കോളിംഗ് ബെൽ കേട്ടതും നന്ദു ഡോർ തുറക്കാനായി ചെന്നു. നന്ദു ഡോർ തുറന്നു. സിദ്ധു ആയിരുന്നു അത്. നന്ദുവിനൊരു ചെറുപുഞ്ചിരി കൈമാറി സിദ്ധു അകത്തേക്ക് കയറി. എൻ്റെ ഏട്ടാ, ഇത് എവിടെയായിരുന്നു? ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. ഏട്ടനെ കാണാൻ ഒരാളിവിടെ ഇത്രയും നേരം കയറ് പൊട്ടിക്കുകയായിരുന്നു. ഇപ്പോൾ ദേ മുറിയിലോട്ട് ചെന്നിട്ടുണ്ട്. ഭയങ്കര ദേഷ്യത്തില എന്ന് വയറ് നിറച്ച് കെട്ടാൻ സാധ്യതയുണ്ട്. നന്ദു പറയുന്നത് പവിയെക്കുറിച്ചാണെന്ന് സിദ്ധുവിന് മനസ്സിലായി. അപ്പോഴേക്കും തവിയും കൈ പിടിച്ചു ഓമു അങ്ങോട്ട് വന്നു. എൻ്റെ അളിയൻ ഇവിടുത്തെ ഉത്തമനായ ഭർത്തുവാണല്ലേ. എല്ലാം എൻ്റെ പെങ്ങളുടെ ഭാഗ്യം എന്നുള്ള സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് നന്ദുവിന് ചിരി വന്നു. ഓം അവളെ കൂർപ്പിച്ച് നോക്കി. ഡി പെണ്ണെ, നിനക്ക് എണിക്കാതെ വന്ന് തേങ്ങ തിരുമ്മിത്താ എന്നുള്ള ഓമിൻ്റെ പറച്ചിൽ കേട്ട് നന്ദു ചിരി നിർത്തി അവനെ നോക്കി മുഖം കൂട്ടി. ഒന്നും പഠിപ്പിക്കാതെയാണ് പെങ്ങളിങ്ങോട്ട് അയച്ചതല്ലേ? ഓം അതിനിടയിൽ ഒന്ന് താങ്ങി. ആരും അയച്ചതൊന്നും അല്ലല്ലോ, അളിയൻ കയറി കൊളുത്തിയതല്ലേ, അങ്ങ് സഹിച്ചാൽ മതിട്ടാ. അതും പറഞ്ഞ് സിദ്ധു തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഡയറി മിൽക്ക് എടുത്ത് നന്ദുവിന് കൊടുത്തു. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കേട്ടാ എന്നും പറഞ്ഞ് നന്ദു ഓമനെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു. പിന്നാലെ താങ്ക് യു എന്നും പറഞ്ഞ് സിദ്ധുവിൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. ഞാനേ പവിയെ കണ്ടിട്ട് വരാം, അളിയനെ ഫുഡ് ഉണ്ടാക്ക് എന്നും പറഞ്ഞ് സിദ്ധു സ്റ്റയർ കയറിയതും ഓം നന്ദുവിനെ ഒന്ന് നോക്കി. അവന് ഉമ്മ കൊടുക്കാം, എനിക്ക് തരത്തിട്ടാ. സിദ്ധു പോയെന്ന് ഉറപ്പ് പറ്റി ഓം അവളുടെ കീഴ്ചുണ്ട് ചെറുതായി കടിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു. അവൾ എരി വലിച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. ഞാൻ നിന്നെ എടുത്തോളാം, നമ്മുടെ ബെഡ്റൂമിലൊന്ന് എത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞതും അവൾ ഉമിനീരിറക്കി. സിദ്ധു മുറിയിലേക്ക് ചെല്ലുമ്പോൾ പവി ബെഡിൻ്റെ ഓരം ചേർന്ന് കിടന്നിട്ടുണ്ട്. അവൻ വന്നത് അവൾ അറിഞ്ഞതേയില്ല. അവൻ അവളുടെ കാലിനിടയിൽ ഇക്കിളി കൂട്ടി അവൾ തൻ്റെ കാല് വലിച്ചു ഒന്നുകൂടി ചുരുണ്ടി കിടന്നു. സിദ്ധു ആ കാലിൽ മൃദുവായി ചുംബിച്ചു. ഡോറടച്ച് ലോക്കിട്ട് അവളുടെ അരികിൽ വന്ന് കിടന്നു. അവൾ ചരിഞ്ഞു കിടക്കുവാണ്. ചുരിദാർ സ്ലിറ്റിനിടയിൽ കൂടി അവളുടെ വയറ് കാണുന്നുണ്ട്. സിദ്ധു തൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു പൊന്നരഞ്ഞാണം കയ്യിലെടുത്ത് പിടിച്ചു. അവൻ അവളുടെ ടോപ്പ് പൊക്കി വെച്ച് ആ അരഞ്ഞാണം കെട്ടിക്കൊടുക്കവേ വയറിൽ എന്തോ തണുപ്പ് പടർന്നവൾ കണ്ണു തുറന്നു.